+1 അല്ലേ, +2 എന്നല്ലല്ലോ. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഉപദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ ഉപദേശമായിരുന്നു ഇപ്പൊ കേട്ടത്. ഞാൻ +2 സ്റ്റുഡന്റ് ആണ്. +2 കഴിഞ്ഞിട്ടില്ല. ബട്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ +2നെക്കാട്ടി ഡിഫിക്കൽട്ട് +1 തന്നെയാണ്. 10ാം ക്ലാസ്സിൽ നിന്ന് നേരെ +1 പോകുന്നത് അത് ഒരു ചെറിയ കടമ്പയല്ല. ഇവിടെയാണ് 10ാം ക്ലാസ്സിന്റെ തട്ടെങ്കിൽ ഇവിടെയാണ് +1ന്റെ തട്ട്. ഇത്രയും ഡിസ്റ്റൻസ് പെട്ടെന്ന് തന്നെ ഒരു കുട്ടിക്ക് കടന്നെത്താൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കൊമേഴ്സിന്റെയും ഹ്യൂമാനിറ്റീസിന്റെയും കാര്യം എനിക്കറിയില്ല. ഞാൻ പഠിക്കുന്നത് ബയോ സയൻസ് ആണ്. സോ ഞാൻ ബയോ സയൻസിന്റെ കാര്യം പറയാം. 10ാം ക്ലാസ് വരെ ഒരു ഡെറിവേഷൻ പോലും ഫിസിക്സിൽ പഠിക്കാത്ത നമ്മൾ +1 എത്തുമ്പോൾ 40ൽ കൂടുതൽ ഡെറിവേഷൻസ് ആണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ കെമിസ്ട്രിയും ജസ്റ്റ് റിയാക്ടൻസും പ്രോഡക്ട്സും ആനോഡും കാഥോഡും ഓർഗാനിക് കെമിസ്ട്രിയിൽ മെത്ത് പ്രൊപ്പ് ബ്യൂട്ട് ഇത്ര മാത്രം പഠിച്ചിട്ടിരുന്ന നമ്മൾ +1 എത്തുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും കാലം നമ്മൾ പഠിക്കാത്ത കോൺസെപ്റ്റ്സ് ആണ് +1 പഠിക്കുന്നത്. സെറ്റ്സ്, റിലേഷൻ ഫംഗ്ഷൻസ്, കോംപ്ലക്സ് നമ്പർ, പെർമ്യൂട്ടേഷൻ, ബൈനോമിയൽ തിയറി, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്, അങ്ങനെ പലതും ഇതുവരെ നമ്മൾ പഠിക്കാത്ത കോൺസെപ്റ്റ് ആണ് പെട്ടെന്ന് മാറുന്നത്. ആൻഡ് ദെൻ ബോട്ടണി, പാരൻ ഗെയിമിംഗ്, കോളം ഗെയിമിംഗ് മാത്രം അറിഞ്ഞ് നമ്മൾ പോകുന്നത് നേരെ പ്ലാന്റ് ഫിസിയോളജി. +1 ആദ്യം ഒരു മാസമൊക്കെ എങ്ങനെയാണ് പിടിച്ചെന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഒക്കെ പറയുമ്പോൾ നമ്മൾ ചുറ്റുള്ളവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ മാത്രമൊന്നല്ല ആദ്യമായിട്ട് +1 പഠിച്ചത്. ഓക്കെ, കുറേ ആൾക്കാർ +1 പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാൻ പഠിക്കുന്നത് ആദ്യത്തെ ടൈമല്ലേ. സോ +1 സ്റ്റുഡൻസ്, എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ട്രൈ യുവർ ബെസ്റ്റ്, എവറിത്തിങ് വിൽ ബി ഓക്കെ.